ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണ്ണാൻ ഇന്ത്യയിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണ്ണാനുകളായ മലയണ്ണാനുകളെ കുറിച്ചും അതുപോലെ തന്നെ വളരെ യുണീക്കായിട്ടുള്ള പറക്കുന്ന അണ്ണാനുകളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോ മലയണ്ണാനുകളെക്കുറിച്ചും അതുപോലെ തന്നെ പറക്കുന്ന അണ്ണാനുകളെക്കുറിച്ചുമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നമുക്ക് മലയണ്ണാനുകളെക്കുറിച്ച് പറഞ്ഞു തന്നെ തുടങ്ങാം. ഒരിക്കലെങ്കിലും കാട്ടിലോ കാടിനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ പോയിട്ടുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു മൃഗമാണ് മലയണ്ണാൻ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അണ്ണാനുകളെക്കാളും ഏകദേശം 2-3 ഇരട്ടി വലിപ്പമുള്ള ജീവികളാണ് മലയണ്ണാനുകൾ. നമ്മുടെ എലികളും മുള്ളംപന്നികളും ഒക്കെ ഉൾപ്പെടുന്ന റോഡൻസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് ഈ മലയണ്ണാനുകളും ഉൾപ്പെട്ടിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിലാണ് മലയണ്ണാനുകളെ കാണപ്പെടുന്നത്. റട്ടൂഫ എന്ന് പറഞ്ഞ ജനുസിലാണ് ഈ മലയണ്ണാനുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 4 സ്പീഷീസുകളുണ്ട്. ക്രീം കളേർഡ് ജയന്റ് സ്ക്വിറൽ, ബ്ലാക്ക് ജയന്റ് സ്ക്വിറൽ അല്ലെങ്കിൽ മലയൻ ജയന്റ് സ്ക്വിറൽ, ഗ്രിസിൽ ജയന്റ് സ്ക്വിറൽ, പിന്നെ ഇന്ത്യൻ ജയന്റ് സ്ക്വിറൽ. ഇങ്ങനെ 4 സ്പീഷീസുകളാണ് ജയന്റ് സ്ക്വിറൽ ഉള്ളത്. ആദ്യത്തേത് ക്രീം കളേർഡ് ജയന്റ് സ്ക്വിറൽ. ഇത് ഇന്ത്യയിൽ കാണപ്പെടുന്നില്ല. ഇത് കാണപ്പെടുന്നത് മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെയാണ് ഇത് കാണപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ, അതായത് ചിന്നാറിലൊക്കെ കാണപ്പെടുന്ന ഒരു ജയന്റ് സ്ക്വിറൽ ഉണ്ട്, ഗ്രിസിൽ ജയന്റ് സ്ക്വിറൽ അല്ലെങ്കിൽ ചാമ്പൽ മലയണ്ണാൻ എന്ന് പറഞ്ഞാൽ അതുപോലെ കണ്ടാൽ ഏകദേശം അതുപോലൊക്കെ ഇരിക്കും ഈ ക്രീം കളേർഡ് ജയന്റ് സ്ക്വിറൽ. രണ്ടാമത്തേത് ബ്ലാക്ക് ജയന്റ് സ്ക്വിറൽ. ഇതിന് വേറെ പേരുണ്ട്, മലയൻ ജയന്റ് സ്ക്വിറൽ എന്നൊരു പേരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ജയന്റ് സ്ക്വിറൽ, അത് ഈ ബ്ലാക്ക് ജയന്റ് സ്ക്വിറൽ ആണ്. ഇത് 80 സെന്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ നീളം വെക്കുന്നതാണ് ഈ ബ്ലാക്ക് ജയന്റ് സ്ക്വിറൽ. അതുപോലെ തന്നെ ഇത് 1.5 മുതൽ 3 കിലോഗ്രാം വരെ ഭാരം വെക്കുന്നതാണ് ഇത്. നമ്മുടെ നാട്ടിലുള്ള ജയന്റ് സ്ക്വിറലുകളൊക്കെ ഏകദേശം 2 കിലോ വരെ ഭാരം വെക്കാറുള്ളൂ. അതേസമയം ഈ ബ്ലാക്ക് ജയന്റ് സ്ക്വിറലൊക്കെ 3 കിലോയിലധികം ഭാരം വെക്കാറുണ്ട്. ഈ ബ്ലാക്ക് ജയന്റ് സ്ക്വിറൽ അല്ലെങ്കിൽ മലയൻ ജയന്റ് സ്ക്വിറലിന്റെ കളർ എന്ന് പറഞ്ഞാൽ കറുത്ത നിറത്തിലാണ്. അതിന്റെ വാലുമൊക്കെ നല്ല കംപ്ലീറ്റ് ബ്ലാക്ക് കളറിലിരിക്കും. അതിന്റെ കഴുത്തിൽ അല്ലെങ്കിൽ ത്രോട്ടിലായിട്ട് മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ ഓറഞ്ച് കളർ നിറത്തിലോ ഒക്കെ പ്രോമിനന്റ് ആയിട്ട് കളർ ഉണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ബ്ലാക്ക് ജയന്റ് സ്ക്വിറലിനെയൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഞാൻ ഇതിനെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാസിരംഗ നാഷണൽ പാർക്കിലും മാനസിൽ പോകുന്ന സമയത്തും. ഈ അടുത്തിടയ്ക്ക് 2 മാസം മുമ്പ് ഡാർജിലിംഗിനടുത്ത് കർസിയോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട്, അവിടെ പോകാൻ പറ്റും. പോയപ്പോഴത്തേക്കിന് അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ താഴോട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഒരു സ്ട്രീമിന്റെ സൈഡിലായിട്ട് ഈ മരത്തിന്റെ മേളിൽ ഈ ബ്ലാക്ക് ജയന്റ് സ്ക്വിറൽ ഇരിക്കുന്ന കാണാൻ പറ്റും. അവിടെ നിന്ന് കുറേയൊക്കെ വീഡിയോ ഒക്കെ എനിക്ക് എടുക്കാനും നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റി. ഈ ബ്ലാക്ക് ജയന്റ് സ്ക്വിറലുകൾ ഏകദേശം 10-15 രാജ്യങ്ങളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10-ലധികം സബ് സ്പീഷീസുകളായിട്ട് ഇവയെ തരംതിരിച്ചിട്ടുണ്ട്. ഇനിയും പറയാൻ പോകുന്ന 2 സ്പീഷീസുകൾ നമുക്ക് കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളത്തിലൊക്കെ പേരുകളുണ്ട്. ആദ്യത്തേത് ഗ്രിസിൽ ജയന്റ് സ്ക്വിറൽ അല്ലെങ്കിൽ ചാമ്പൽ മലയണ്ണാൻ എന്നാണ് ഇതിന്റെ മലയാളത്തിലുള്ള പേര്. ഇതാണ് ഈ മലയണ്ണാനുകളിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ മലയണ്ണാൻ. ഇത് കേരളത്തിൽ കാണപ്പെടുന്നത് നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഇത് കാണപ്പെടുന്നത്. അതുകൂടാതെ തമിഴ്നാട്ടിലെ പല വരണ്ട പ്രദേശത്തുള്ള കാടുകളിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനുവേണ്ടി തന്നെ ഒരു സാങ്ച്വറി ഉണ്ട്, ശ്രീവല്ലിപുത്തൂർ ഗ്രിസിൽ ജയന്റ് സ്ക്വിറൽ സാങ്ച്വറി എന്ന് പറഞ്ഞ് ഒരു സാങ്ച്വറി പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ കർണാടകയിൽ കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൊക്കെ ഇതിനെ കാണപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ ഇതിനെ കാണപ്പെടുന്നത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിലും ഈ ഗ്രിസിൽ ജയന്റ് സ്ക്വിറലിനെ കാണപ്പെടുന്നുണ്ട്. ഇതിന് ചാരനിറം കൂടിയ തവിട്ട് നിറമാണുള്ളത്. അതിൻ്റെ കഴുത്തിലും നെഞ്ചിലും ഒക്കെ നല്ല ക്രീം കളറുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് ചാരനിറവും വെളുത്ത നിറവും കൂടിയ രോമങ്ങളുള്ളതിന് ഇംഗ്ലീഷിൽ അതിന് ഗ്രിസിൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇംഗ്ലീഷ് പേര് വന്നിരിക്കുന്നത് ഗ്രിസിൽ ജയന്റ് സ്ക്വിറൽ എന്ന് പേര് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലയണ്ണാനുകളിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ മലയണ്ണാൻ ഈ ഗ്രിസിൽ ജയന്റ് സ്ക്വിറലാണ്. ഏകദേശം 80 സെന്റിമീറ്റർ മുതൽ 1 മീറ്റർ താഴെ ഏകദേശം 90 സെന്റിമീറ്റർ വരെ മാത്രമാണ് ഇതിൻ്റെ വലിപ്പം വെക്കുന്നത്. 1 കിലോ മുതൽ 1.5 കിലോ വരെ മാത്രമാണ് ഇതിൻ്റെ ഭാരവും വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ ജയന്റ് സ്ക്വിറലുകളാണ് ഈ ഗ്രിസിൽ ജയന്റ് സ്ക്വിറലുകൾ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചാമ്പൽ മലയണ്ണാനെ കാണാനായിട്ട് കേരളത്തിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഈ ചാമ്പൽ മലയണ്ണാനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതോടൊപ്പം ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നമുക്ക് നാട്ടുമ്പുറത്തും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മറ്റു പല കാടുകളിലും സാധാരണയായിട്ട് കാണാൻ പറ്റുന്ന ഇന്ത്യൻ ജയന്റ് സ്ക്വിറൽ അല്ലെങ്കിൽ മലയണ്ണാനെയും ഈ ചിന്നാറിൽ കാണാൻ പറ്റും. പലപ്പോഴും പല സയൻറ്റിസ്റ്റുകളും പലരും അവിടെ പോയിട്ടുള്ളവരൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഇവർ രണ്ടുകൂടെ ഇണ ചേർന്നിട്ട് ഒരു സങ്കരയിനം, ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള അണ്ണാനുകളെയും അവിടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അതിൻ്റെ ദേഹത്തൊക്കെ ഈ ചാമ്പൽ മലയണ്ണാൻ്റെ ദേഹത്തൊക്കെ ഓറഞ്ച് കലർന്ന നിറങ്ങളും അതിൻ്റെ ദേഹത്ത് കറുപ്പ് കൂടിയ നിറങ്ങളും ഒക്കെ ആയിട്ട് ഹൈബ്രിഡായിട്ടുള്ള പല പ്രാവശ്യം ആൾക്കാർ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ നാട്ടിൻപുറത്തും കാട്ടിലും ഒക്കെ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന ഇന്ത്യൻ ജയന്റ് സ്ക്വിറൽ അല്ലെങ്കിൽ മലയണ്ണാൻ. ഇതിന് മലബാർ ജയന്റ് സ്ക്വിറൽ എന്ന് നമ്മൾ വേറൊരു പേര് വിളിക്കാറുണ്ട്. റട്ടൂഫ ഇൻഡിക്ക എന്നാണ് ഈ ഇന്ത്യൻ ജയന്റ് സ്ക്വിറലിന്റെ ശാസ്ത്രനാമം. ഇത് ഏകദേശം ഒരു 80 സെന്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ വലിപ്പം വെക്കുന്ന സ്ക്വിറലുകളാണ് ഇത്. അതോടൊപ്പം തന്നെ ഏകദേശം 1.5 മുതൽ 2.5 കിലോ വരെ ഭാരവും ഇത് വെക്കാറുണ്ട്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ദേഹത്ത് കറുപ്പും ഓറഞ്ചും മറൂണും ഒക്കെ കൂടിയിട്ട്
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജാൻസ് കുരലിൽ ഒന്നാണ് ഈ ഇന്ത്യൻ ജാൻസ് കുരൽ. ഈ ഇന്ത്യൻ ജാൻസ് കുരൽ ഇന്ത്യയിൽ മാത്രം കാണുന്ന, ഇന്ത്യയിൽ എൻഡമിക് ആയിട്ടുള്ള ഒരു ജാൻസ് കുരലാണ്. ഇതിന് 4 സബ്സ്പീഷീസുകളുണ്ട്. ആദ്യത്തേത് റട്ടൂഫ ഇൻഡിക്ക മാക്സിമ എന്ന് പറയുന്ന ഒരു സബ്സ്പീഷീസ് ആണ്. ഇതങ്ങ് അഗസ്ത്യമല മുതൽ നമ്മുടെ പാലക്കാട് ഗ്യാപ്പിൻ്റെ ടിപ്പ് വരെയാണ്, എന്ന് പറഞ്ഞാൽ നെല്ലിയാമ്പതി വരെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിന് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇത് തന്നെ ഈ ജാൻസ് കുരൽ, ഇന്ത്യൻ ജാൻസ് കുരൽ ഏറ്റവും വലുപ്പമുള്ള സ്പീഷീസ് ആണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതിന് റട്ടൂഫ ഇൻഡിക്ക മാക്സിമ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ദേഹത്തൊക്കെ മറൂൺ നിറം നല്ല പ്രോമിനൻ്റ് ആയിട്ട്, മറൂണും ബ്ലാക്കും ഒക്കെ നല്ല പ്രോമിനൻ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ വാലിൻ്റെ കളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാലിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വാല് നല്ല പ്രോപ്പറായിട്ട് ബ്ലാക്ക് കളറില്ല, മൊത്തം കറുത്ത നിറത്തിലാണ്. അതിൻ്റെ വാലിൻ്റെ അകത്ത് വേറെ തരത്തിലുള്ള മഞ്ഞയോ ഗോൾഡൻ കളറിലോ ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തിരിച്ചറിയേണ്ട വാല് മാത്രം നോക്കിയാൽ മതി. വാലിൽ വേറെ കളറുകളൊന്നുമില്ല. ദേഹത്തൊക്കെ മറൂൺ നിറമൊക്കെ നല്ല പ്രോമിനൻ്റ് ആയിട്ട് കൂടിയിരിക്കുന്നതാണ് ഈ റട്ടൂഫ ഇൻഡിക്ക മാക്സിമ. ഇത് കാണപ്പെടുന്ന കേരളത്തിൻ്റെ അഗസ്ത്യമലയിലും പെരിയാറിലും തേക്കടിയിലും ഗവിയിലും നെല്ലിയാമ്പതിയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു ജാൻസ് കുരലാണ് ഈ റട്ടൂഫ ഇൻഡിക്ക മാക്സിമ. ഇനി രണ്ടാമത്തെ സബ്സ്പീഷീസ് എന്ന് പറയുന്നത് റട്ടൂഫ ഇൻഡിക്ക എന്ന് പറയുന്ന സബ്സ്പീഷീസ് ആണ്. ഇത് കാണുന്നത് പാലക്കാട് ഗ്യാപ്പിൻ്റെ ടിപ്പ് മുതൽ, അതായത് ശിരുവാണി മുതൽ, ശിരുവാണി, സൈലന്റ് വാലി, വയനാട്, ആർളം വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇങ്ങനെ പോയിട്ട് മഹാരാഷ്ട്രയിലെ പല സ്ഥലങ്ങൾ വരെ ഇതിനെ കാണപ്പെടുന്നുണ്ട്. ഗോവ, മഹാരാഷ്ട്ര, കർണാടക, ഇങ്ങനെയുള്ള പശ്ചിമഘട്ടത്തിൻ്റെ മഹാരാഷ്ട്ര വരെയുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന സബ്സ്പീഷീസ് ആണ് റട്ടൂഫ ഇൻഡിക്ക എന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ എളുപ്പത്തിൽ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല് നോക്കിയാൽ മതി. വാല് നോക്കുന്ന സമയത്ത് വാലിൻ്റെ പകുതി ഭാഗം മുതൽ, അല്ലെങ്കിൽ വാലിൻ്റെ അറ്റത്തായിട്ട് നല്ല ഗോൾഡൻ കളറിലോ അല്ലെങ്കിൽ ഇളം മഞ്ഞ കളറിലോ ഉള്ള വാല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും ഇത് റട്ടൂഫ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു സബ്സ്പീഷീസ് ആണ്. റട്ടൂഫ ഇൻഡിക്ക എന്ന് പറയുന്ന സബ്സ്പീഷീസും റട്ടൂഫ ഇൻഡിക്ക മാക്സിമ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ റട്ടൂഫ ഇൻഡിക്ക മാക്സിമയും തമ്മിൽ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് അതിൻ്റെ വാലിൻ്റെ കളർ തന്നെയാണ് ആദ്യം നോക്കേണ്ടത്. വാലിൻ്റെ കളറിൽ ഓറഞ്ചോ അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറമോ ഉണ്ടെങ്കിൽ അത് റട്ടൂഫ ഇൻഡിക്ക തന്നെ ആയിരിക്കും. റട്ടൂഫ ഇൻഡിക്ക മാക്സിമയ്ക്ക് വാലിൻ്റെ കളർ മൊത്തമായിട്ട് കറുത്ത നിറത്തിലായിരിക്കും. അതുപോലെ തന്നെ ഈ റട്ടൂഫ ഇൻഡിക്ക മാക്സിമയുടെ ദേഹത്ത് കറുത്ത നിറം കുറച്ച് കൂടുതലായിരിക്കും, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കറുത്ത നിറമായിരിക്കും. അതേസമയം റട്ടൂഫ ഇൻഡിക്കയ്ക്ക് കൂടുതലായിട്ട് മറൂൺ നിറമായിരിക്കും കൂടുതലായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് കാണുവാൻ സാധിക്കുന്നത്. ഈ റട്ടൂഫ ഇൻഡിക്ക എന്ന് പറയുന്ന സബ്സ്പീഷീസ്, ഞാൻ ഈ വയനാട്ടിൽ ലക്കിടിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ എൻ്റെ ഓഫീസിൻ്റെ തൊട്ട് പുറത്തൊക്കെ സ്ഥിരമായിട്ട് വന്നിരിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പോയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണാറുണ്ട്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്ഥിരമായിട്ട് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ റൂമിനടുത്തൊക്കെ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന സബ്സ്പീഷീസ് ആണ് ഈ റട്ടൂഫ ഇൻഡിക്ക. ഈ പറഞ്ഞ 2 സബ്സ്പീഷീസുകളാണ് കേരളത്തിലുള്ളത്. ഇനിയും പറയാൻ പോകുന്ന 2 സബ്സ്പീഷീസുകൾ കേരളത്തിൽ കാണപ്പെടുന്നില്ല. അടുത്തത് റട്ടൂഫ ഇൻഡിക്ക സെൻട്രാലിസ് എന്ന് പറയുന്ന ഒരു സബ്സ്പീഷീസ് ആണ്. ഇത് കാണപ്പെടുന്നത് സെൻട്രൽ ഇന്ത്യയിലാണ്, മെയിനായിട്ട് മധ്യപ്രദേശിലും ഒറീസയിലുമാണ് ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത്. അതിൻ്റെയും വാൽ ഏകദേശമൊക്കെ ഓറഞ്ച് കളറിലായിരിക്കും, ചെറുതായിട്ട് സൈസൊക്കെ കുറവായിരിക്കും. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ കാണപ്പെടുന്ന, അതായത് വയനാട്ടിലൊക്കെ കാണപ്പെടുന്ന ആ സ്പീഷീസുമായിട്ട് വളരെ സാമ്യം തോന്നാവുന്ന ഒരു സബ്സ്പീഷീസ് ആണ് റട്ടൂഫ ഇൻഡിക്ക സെൻട്രാലിസ്. ഈ റട്ടൂഫ ഇൻഡിക്ക സെൻട്രാലിസ് എന്ന് പറയുന്ന സബ്സ്പീഷീസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഞാൻ സത്പുരയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് കാണുകയും സ്ഥിരമായിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസാണ് ഈ റട്ടൂഫ ഇൻഡിക്ക സെൻട്രാലിസ് എന്ന് പറയുന്ന സബ്സ്പീഷീസ്. അടുത്തത് റട്ടൂഫ ഇൻഡിക്ക ഡീൽബേറ്റ എന്ന് പറഞ്ഞൊരു സബ്സ്പീഷീസ് ആണ്. ഈ സ്പീഷീസ് ഇപ്പോഴില്ല, ഇത് വംശനാശം വന്നു പോയൊരു സബ്സ്പീഷീസ് ആണ്. ഇത് ഉണ്ടായിരുന്നത് ഗുജറാത്തിലുള്ള വനപ്രദേശങ്ങളാണ് ഇതിനെ കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇതിനെ ആരും കണ്ടെത്തിയിട്ടില്ല. ഇത് വംശനാശം വന്നു പോയെന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ ഈ ഇന്ത്യൻ ജാൻസ് കുരലുകൾ 4 സബ്സ്പീഷീസുകളാണുള്ളത്. ഇപ്പോൾ ഇനിയും കുറേ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് ചിലപ്പോൾ സയൻറ്റിസ്റ്റുകളൊക്കെ ഇതിനെ 4 സ്പീഷീസ് ആക്കി എലവേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഭാവിയിൽ കാണപ്പെടുന്നുണ്ട്. ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ എല്ലാ ജാൻസ് കുരലുകൾക്കും പൊതുവേ ഉള്ള കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ജാൻസ് കുരലൊക്കെ ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ സാധാരണ ഇലകളാണ് കഴിക്കുന്നത്. അതുപോലെ പലതരത്തിലുള്ള കായ്കനികളും ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ മരത്തിൻ്റെയൊക്കെ ബാർക്ക്, അതിൻ്റെയൊക്കെ തൊലിയെടുത്ത് ഇവർ കഴിക്കാറുണ്ട്. മരത്തിലുള്ള ചെതലുകളെ ഇവർ പിടിച്ച് കഴിക്കുന്ന പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പലപ്പോഴുമായിട്ട് പക്ഷികളുടെ മുട്ടയൊക്കെ എടുത്ത് അപൂർവമായിട്ടൊക്കെ ഇവർ കഴിക്കാറുണ്ട്. എന്നിരുന്നാലും മെയിനായിട്ട് ഇവർ കഴിക്കുന്നത് പലതരത്തിലുള്ള ഇലകളും പലതരത്തിലുള്ള കായ്കനികളുമാണ് മെയിനായിട്ട് ഇവർ കഴിക്കുന്നത്. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ മരത്തിലൊക്കെ വലിയ കൂടുകൾ ഉണ്ടാക്കുന്ന ഒരു സ്പീഷീസാണ് ഈ ജാൻസ് കുരലുകളൊക്കെ. അപ്പോൾ ഈ കൂടിൻ്റെ കാര്യം പറയുമ്പം മരത്തിൻ്റെ ചെറിയ ബ്രാഞ്ചുകളൊക്കെ ഒടിച്ചെടുത്തിട്ടോ ഇലകളോ ഒക്കെ കൊണ്ടുപോയിട്ട് വലിയ കൂടുകൾ ഇവരുണ്ടാക്കാറുണ്ട്. ഈ കൂടുകൾക്ക് ഡ്രേ എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷിൽ ഡ്രേ എന്നാണ് പറയുന്നത് സ്ക്വറൽസിൻ്റെ കൂടിനൊക്കെ. അപ്പോൾ ഒരു മരത്തെ തന്നെ ചില സമയത്തൊക്കെ 5-6 കൂടുകളൊക്കെ ഇവർ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ 2-3 കൂടുകളായിരിക്കും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ചിലതൊക്കെ ജസ്റ്റ് പകൽ സമയത്ത് വിശ്രമിക്കാനോ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ മാത്രമായിട്ട് ഉണ്ടാക്കുന്ന കൂടുകളൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കൂടുകളൊക്കെ.
അപ്പം വേറെ പ്രത്യേകത ഉണ്ട്. ഞാൻ സിവച്ചിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെയുള്ള തവിടൻ വരിക എന്ന് പറഞ്ഞൊരു സിവറ്റ് ഉണ്ട്, ബ്രൗൺ പാം സിവറ്റ്. ഈ ബ്രൗൺ പാം സിവറ്റിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പകൽ സമയത്തൊക്കെ ഈ ജയന്റ് സ്ക്വയറിലൊക്കെ ഉപയോഗിക്കാത്ത കൂടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ അകത്ത് പോയിട്ടിരുന്നിട്ടാണ് ഈ ബ്രൗൺ പാം സിവറ്റൊക്കെ റെസ്റ്റ് എടുക്കുന്നത്. ഈ മലയണ്ണാനുകൾ വളരെ വലിയ സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് പകൽ സമയങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നു, വളരെ ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് മറ്റുള്ള ജയന്റ് സ്ക്വയറിൽ അവിടുന്ന് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പ്രത്യേകിച്ച് ചില സമയത്തൊക്കെ ഈ ജയന്റ് സ്ക്വയറുകളൊക്കെ മരത്തെ ഇരിക്കുന്ന സമയത്ത് മരത്തിന് മേളിൽ കൂടെ ഒക്കെ പരുന്തുകളൊക്കെ പറന്നു കഴിഞ്ഞാൽ അവർ വളരെ ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കൊമ്പിന് അടിയിലൊക്കെ പോയി പാത്തിരിക്കുന്നതൊക്കെ നമ്മൾ പല പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഈ ജയന്റ് സ്ക്വയറുകൾക്ക് നല്ല കാഴ്ചശക്തിയുണ്ട്. കാരണം ഇവർ നല്ല ഉയരമുള്ള മരത്തിൻ്റെ മണ്ടയിലും അവിടെ ബ്രാഞ്ചിലും ഒക്കെ ഇരുന്നിട്ടാണ് ഇവർ ഭക്ഷണം തേടുന്നത്. അപ്പം ഇവരെ മെയിനായിട്ട് പിടിക്കാൻ വരുന്ന ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുന്തുകളാണ്. പലതരത്തിലുള്ള പരുന്തുകളൊക്കെ ഇവരെ വന്ന് പിടിക്കാറുണ്ട്. അപ്പോൾ ആ പരുന്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ഇവർക്ക് നല്ല കാഴ്ചശക്തിയുണ്ട്. ദൂരെ നിന്നൊക്കെ ഇവർക്ക് പരുന്തുകളൊക്കെ പറന്നു വരുന്നതായിട്ട് നന്നായിട്ടൊക്കെ കാണാൻ പറ്റും. ഇവരുടെ പ്രെഡേറ്റേഴ്സ് മെയിനായിട്ടുള്ള പരുന്തുകളുണ്ട്, വലിയ മൂങ്ങകൾ രാത്രികാലങ്ങളിൽ ഇവരെ പിടിച്ചതായിട്ട് റെക്കോർഡുണ്ട്. അതുപോലെ തന്നെ മരനായകൾ ഇവരെ പിടിക്കാറുണ്ട്. ഇവരുടെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല ഷാർപ്പായിട്ടുള്ള നഖങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർക്ക് മരത്തിലൊക്കെ അള്ളിപ്പിടിച്ച് പെട്ടെന്ന് മേളിലോട്ടും താഴോട്ടൊക്കെ പെട്ടെന്ന് കയറുവാനും ഇറങ്ങുവാനും ഒക്കെ ഇവർക്ക് പറ്റും. അതുപോലെ തന്നെ ഇവരുടെ പിൻകാലുകൾക്ക് നല്ല ശക്തിയുണ്ട്. ഇവർ ഈ പിൻകാലുകളും വാലോട് ഉപയോഗിച്ച് ഓരോ മരത്തിൻ്റെ ബ്രാഞ്ചിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് താഴോട്ട് കിടന്നിട്ട് ഇവർ ഇലകളും ചില സമയത്തൊക്കെ ചെറിയ ഫ്രൂട്ടൊക്കെ എടുത്തിട്ട് രണ്ട് കൈ കൊണ്ടും കഴിക്കുന്നത് പല പ്രാവശ്യം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരുടെ പ്രജനനകാലം. ഈ ജയന്റ് സ്ക്വയറുകൾ പ്രത്യേകിച്ച് പ്രജനനകാലമായിട്ടൊന്നുമില്ല. പല സ്ഥലത്തും പല സമയത്താണ് ഇവരുടെ പ്രജനനകാലം. നമ്മൾ കേരളത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഇത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ട് മെയിലുകൾ തമ്മിൽ അടികൂടുന്നതും നിലത്ത് വീഴുന്നതും രണ്ട് മെയിലുകൾ കൂടി ഒരു ഫിമെയിലിനെ ചേസ് ചെയ്യുന്നതും ഒക്കെ പല പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മേറ്റിംഗ് നടക്കുകയും അതിനുശേഷം ഈ മരത്തിന് മേളിൽ വലിയ നെസ്റ്റ് ഡ്രേ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്താണ് കുഞ്ഞുങ്ങളെ ഇവർ പ്രസവിക്കുന്നത്. ഒരു കുഞ്ഞാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഈ മലയണ്ണാനുകളെ സാധാരണ കാണപ്പെടുന്നത് കാട്ടിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നാട്ടിൻപുറങ്ങൾക്ക് അടുത്തുള്ള സ്ഥലങ്ങൾ, നല്ല മരങ്ങൾ തിക്കായിട്ട് കൂടി നിൽക്കുന്ന സ്ഥലങ്ങളും ഇവരെ കാണാൻ പറ്റും. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ പൊക്കമുള്ള ഉയരമുള്ള മരങ്ങൾ വേണം, നല്ല കനോപ്പി എന്ന് പറയുന്ന തിക്കായിട്ടുള്ള ബ്രാഞ്ചസ് ഉള്ള മരങ്ങൾ വേണം. ഇവർക്ക് മരത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനായിട്ടുള്ള മരങ്ങളൊക്കെ വേണം. അപ്പം മരങ്ങളാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഇവരുടെ ആവാസ വ്യവസ്ഥ. നല്ല എത്രയും വലിയ മരങ്ങളുണ്ടെന്നോ അത്രയും കൂടുതലായിട്ടുള്ള ജയന്റ് സ്ക്വയറുകളെ കാണാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇതായിരുന്നു ലോകത്തും ഇന്ത്യയിലുമുള്ള മലയണ്ണാനുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 സ്പീഷീസ് മലയണ്ണാനുകളാണ് നമുക്ക് ലോകത്തുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് പറക്കുന്ന അണ്ണാനുകളുണ്ട്. ലോകത്ത് ഏകദേശം 50 മുതൽ 55 സ്പീഷീസ് പറക്കുന്ന അണ്ണാനുകളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ ഏകദേശം 10 മുതൽ 13 സ്പീഷീസും പറക്കുന്ന അണ്ണാനുകളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കേരളത്തിൽ നമുക്ക് 2 സ്പീഷീസ് പറക്കുന്ന അണ്ണാനുകളാണുള്ളത്. ഫ്ലൈയിങ് സ്ക്വിറൽസ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിലുള്ള പേര്. മലയാളത്തിൽ ഇതിനെ പാറാൻ എന്നാണ് പറയപ്പെടുന്നത്. നമുക്കിതിൻ്റെ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് സ്പീഷീസിലോട്ട് തിരിച്ചു വരാം. പറക്കും അണ്ണാനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ രാത്രിഞ്ചരന്മാരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി മാത്രമാണ് ഈ പറക്കുന്ന അണ്ണാനുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. പകൽ സമയത്ത് ഏതെങ്കിലും വലിയ മരത്തിൻ്റെ പൊത്തുകളിലൊക്കെ ഇവർ ഒളിച്ചിരുന്നിട്ട് ഇരുട്ടുന്ന സമയത്ത് മാത്രമാണ് ഇവർ വെളിയിലോട്ട് ഇറങ്ങി വരുന്നത്. പുറത്തു വരുന്നൊരു കാര്യം പറയുമ്പോഴത്തേക്കിന് ഒരു കാര്യം കൂടെ പറയണം. പല എണ്ണാനുകളും കൃത്യമായിട്ട് സമയം പാലിക്കുന്നവരാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൻഹയിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള റിസോർട്ടിൽ 6:45 ഒരു ഫ്ലൈയിങ് സ്ക്വിറൽ വെളി വരും. അപ്പം ഞങ്ങളെല്ലാം ആ സമയത്ത് അവിടെ പോയിട്ട് 6:40 ആകുമ്പോൾ നമ്മൾ ആ മരത്തിന് താഴെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കും മനസ്സിലായി 6:45 കൃത്യമായിട്ട് ഈ ഫ്ലൈയിങ് സ്ക്വിറൽ വെളി വന്നിട്ട് മരത്തിന് മുകളിലോട്ട് കയറിയിട്ട് അവിടെ മരത്തിന് മുകളിലോട്ട് ചാടിയിട്ട് ഇങ്ങനെ പറന്ന് അല്ലെങ്കിൽ ഗ്ലൈഡ് ചെയ്തിട്ട് അടുത്ത മരത്തിലോട്ട് പോകുന്ന കൃത്യമായിട്ട് കാണാനായിട്ട് പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. പറന്നു പോവുക എന്ന് പറഞ്ഞല്ലോ, ഇത് ആക്ച്വലി പക്ഷികളെ പോലൊന്നും പറന്നു പോവുകയല്ല ചെയ്യുന്നത്, ഇതൊരു ഗ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മരത്തെ കയറിയിട്ട് നല്ല പൊക്കമുള്ള മരത്തിൻ്റെ മണ്ടയ്ക്കോട്ട് കയറിയിട്ട് അവിടുന്ന് അടുത്ത മരത്തിൻ്റെ താഴോട്ട് ഇവർ ഗ്ലൈഡ് ചെയ്തിട്ട് ആണ് പോവുക. ഇത് ഒരു പാരച്യൂട്ട് പോലെയാണ് പ്രവർത്തിക്കുന്നത്. പാരച്യൂട്ടിൻ്റെ ഒക്കെ പ്രത്യേകം നമുക്കറിയാമല്ലോ. ഏതെങ്കിലും ഉയരമുള്ള ഒരു പ്രദേശത്ത് ചെന്നിട്ട് അവിടുന്ന് പാരച്യൂട്ട് വിടർത്തിയിട്ട് താഴോട്ടാണ് ഇവരിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറക്കുന്ന അണ്ണാനുകളൊക്കെ ചെയ്യുന്നത്. ഇവർ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കാണ് ഗ്ലൈഡ് ചെയ്ത് പോകുന്നത്. അപ്പം താഴേക്ക് ഗ്ലൈഡ് ചെയ്തിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ താഴെയുള്ള ബാർക്കിലായിരിക്കും ഇവർ ചെല്ലുന്നത്. അവിടുന്ന് മേളിലോട്ട് കയറാനായിട്ട് സാധാരണ സ്ക്വിറൽസൊക്കെ, സാധാരണ അണ്ണാന്മാരൊക്കെ ചെയ്യുന്ന പോലെ മേളിലോട്ട് പിടിച്ച് കയറി ചെന്നിട്ട് മണ്ടയ്ക്ക് എത്തിയിട്ടാണ് പിന്നെ അവിടുന്ന് ഗ്ലൈഡ് ചെയ്ത് അടുത്ത മരത്തിലോട്ട് ഇവരിങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്ന് അവർ താഴോട്ടാണ് ഗ്ലൈഡ് ചെയ്ത് പോകുന്നത്. ഇവരെ പറക്കാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ഗ്ലൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഇവരുടെ വയറിലുള്ള ഒരു സ്ഥലമാണ്. അതിന് പാറ്റേജി എന്ന്
പറയും. ഇത് ഇവരുടെ മുൻകാലുകളുടെയും പിൻകാലുകളുടെയും ഇടയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ഫ്ലൈയിങ് സ്ക്വിറൽസ് ഒക്കെ ഏതെങ്കിലും മരത്തിന്റെ മണ്ടയ്ക്ക് ചെന്നിട്ടോ ബ്രാഞ്ചിന്റെ അറ്റത്തോ ഇരുന്നിട്ട് ഇവർ ചാടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ പാറ്റേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് ഗ്ലൈഡ് ചെയ്ത് താഴോട്ട് പോകണത്. ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ശബരി ജാനകി എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. അദ്ദേഹം ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പകൽ സമയത്ത് ഒരു ഫ്ലൈയിങ് സ്ക്വിറൽ ഒരു ബ്രാഞ്ചിന് മണ്ടയ്ക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇവരെയൊന്നും പകൽ സമയത്തൊന്നും നമുക്ക് വെളിയിൽ കാണാനായിട്ട് പറ്റില്ല. ഒരുപക്ഷെ ഇത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പൊത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ജീവികൾ ചെന്ന് കയറിയിട്ട്, പ്രത്യേകിച്ച് ഉടുമ്പ് പോലുള്ള ജീവികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സിവറ്റോ ചെന്ന് കയറുന്ന സമയത്താണ് ഇവർ പേടിച്ചിട്ട് അവിടുന്ന് വെളി വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം ക്യാമറ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിന്നപ്പോഴത്തേക്കിന് ആ ബ്രാഞ്ചിൽ നിന്ന് പെട്ടെന്ന് ഇത് ചാടിയിട്ട് ഈ പാറ്റേജ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് താഴോട്ട് പോകുന്ന കുറേയേറെ ഫോട്ടോസ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റി. കുറേയേറെ അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ആ ഫോട്ടോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പറക്കുന്ന അണ്ണാനുകൾക്കൊക്കെ നീളമുള്ള വാലുണ്ട്. ഈ വാലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ മരത്തിൽ നിന്ന് ചാടിയിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഡയറക്ഷനൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവർക്ക് ഈ വാലുകൊണ്ടൊക്കെ അതുകൊണ്ട് സാധിക്കും. അപ്പം ഒന്ന് ഓർത്ത് നോക്കി, ഒരു മരത്തിൻ്റെ മണ്ടയ്ക്ക് നിന്ന് പെട്ടെന്നൊരു ഈ അണ്ണാൻ ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് വരുന്ന സമയത്ത് അണ്ണാൻ തീരുമാനിക്കുക പകുതി വഴി വെച്ചിട്ട് എനിക്ക് ഈ സൈഡൊന്ന് തിരിച്ചിട്ട് വേറൊരു മരത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വാലുകൊണ്ട് തിരിച്ചിട്ട് അതിൻ്റെ ഡയറക്ഷനൊക്കെ ചേഞ്ച് ചെയ്തിട്ടും മാറാനായിട്ട് സാധിക്കും. അപ്പോൾ മരത്തിൽ ജീവിക്കുന്ന ഒരുവിധപ്പെട്ട പല ജീവികൾക്കും ഈ നീളമുള്ള വാലുകളുണ്ട്. അത് മെയിനായിട്ട് ബാലൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മലയണ്ണാനും അതുപോലെ തന്നെ നീളമുള്ള നല്ല ബുഷിയായിട്ടുള്ള വാലുകളൊക്കെ ഉണ്ട്. അതിനും മരത്തിൽ ഓടുവാനും ചാടാനും ഒക്കെ ആയിട്ട് ഈ വാല് സഹായിക്കാറുണ്ട്. ഈ ഫ്ലൈയിങ് സ്ക്വിറൽസ് ഒക്കെ രാത്രിഞ്ചരന്മാരായതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല കാഴ്ചശക്തിയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കണ്ണിന് നല്ല വലുപ്പമുണ്ട്. മറ്റ് സ്ക്വിറൽസിനെ അപേക്ഷിച്ച് ഇവർക്ക് നല്ല വലുപ്പമുള്ള കണ്ണുകളാണുള്ളത്. ഇവർക്ക് നന്നായിട്ട് ദൂരെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ടൊക്കെ പറ്റും. കഴിഞ്ഞ മാസം ഞങ്ങൾ കൂർഗിൽ പോയ സമയത്ത് രാത്രിയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഫ്ലൈയിങ് സ്ക്വിറൽ ഇങ്ങനെ പറന്ന് വന്നിട്ട് അവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിൻ്റെ മണ്ടയ്ക്ക് പഴുത്തിരിക്കുന്ന ഒരു ചക്കയുടെ അടുത്തോട്ട് ഇതിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് വന്നിട്ട് ആ ചക്കയിൽ അവിടെ വന്നിരുന്നിട്ട് ഇത് കഴിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഘ്രാണശക്തിയുണ്ട്. ദൂരെയുള്ള എന്ത് സ്മെല്ലുകൾ ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല കേൾവിശക്തിയുണ്ട്. ഏതെങ്കിലും പ്രിഡേറ്റേഴ്സ് ഒക്കെ അടുത്ത് വരുന്നുണ്ടെന്നൊക്കെ ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഇര തേടാനായിട്ടും എന്തെങ്കിലും പ്രിഡേറ്റേഴ്സ് ഒക്കെ വരുന്നതിലൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇവരുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഈ ഘ്രാണശക്തിയൊക്കെ ഇവരെ സഹായിക്കാറുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ ജയൻറ്റ് സ്ക്വിറൽസ്, നമ്മുടെ മലയണ്ണാനുകളൊക്കെ എപ്പോഴും പകൽ സമയത്തൊക്കെ നന്നായിട്ട് സൗണ്ട് ഉണ്ടാക്കാറുള്ളതാണ്. പക്ഷേ ഈ ഫ്ലൈയിങ് സ്ക്വിറലുകളൊക്കെ അത്ര സൗണ്ട് ഉണ്ടാക്കുന്നതൊന്നും ഒബ്സർവ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും പല സമയത്തുമൊക്കെ ഇവരുടെ നല്ല ലോങ് ആയിട്ടുള്ള വിസിൽ പോലുള്ള സൗണ്ടുകളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിനും എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പലപ്പോഴും ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടില്ലെങ്കിലും നമുക്കിത് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലോട്ട് ഗ്ലൈഡ് ചെയ്ത് വരുന്ന, അവിടെ ലാൻഡ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൂർഗിൽ പോയ സമയത്ത് ഞാൻ വെളിയിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ആൽമരമുണ്ട്. അപ്പോൾ ആൽമരത്തെ ഏകദേശം ഒരു 9:30 ആയിരുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടോ എന്ന് പറഞ്ഞ് എന്തോ ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൽമരത്തിലോട്ട് എന്തോ ഒരു ഫ്ലൈയിങ് സ്ക്വിറൽ വന്നായിരിക്കും. ഞാൻ പെട്ടെന്ന് ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴത്തേക്കിന് ഒരു ഫ്ലൈയിങ് സ്ക്വിറൽ അവിടെ വന്നിരിക്കുന്നു. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറേ നേരം അത് തീറ്റയൊക്കെ തിന്നതിന് ശേഷം അത് അടുത്ത മരത്തിലോട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റി. അപ്പം ഇത് പറക്കുന്ന സമയത്തല്ല, അവിടുന്ന് ഈ തീറ്റ തേടുന്ന സമയത്തൊന്നും ഇതിൻ്റെ പ്രസൻസ് ഒന്നും നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. ചില സമയത്ത് ഇത് പറന്ന് വന്ന് അടുത്ത മരത്തിലോട്ട് ഇങ്ങനെ വീഴുമ്പോഴല്ല, ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഫ്ലൈയിങ് സ്ക്വിറൽസ് ഒക്കെ ഒരേ മരത്തിലെ ഒരേ പൊത്ത് തന്നെ വർഷങ്ങളോളം യൂസ് ചെയ്യാറുണ്ട്. ചില ജനറേഷൻ വൈസ് ഇവർ യൂസ് ചെയ്യാറുണ്ട്. 10-20 വർഷം തന്നെ ഒരു പൊത്തിൽ തന്നെ ജയൻറ്റ് സ്ക്വിറൽ സ്ഥിരമായിട്ട് ജീവിക്കുന്നത് പലരും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. മലയണ്ണാനുകളെ പോലെ തന്നെ ഇവരും കഴിക്കുന്നത് ഇലകളും കായ്കനികളും ഒക്കെയാണ് സാധാരണയായിട്ട് ഈ ഫ്ലൈയിങ് സ്ക്വിറൽസ് ഒക്കെ കഴിക്കുന്നത്. അതുപോലെ ഇവരുടെ മെയിനായിട്ടുള്ള പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മരനായകൾ ഇവരെ പിടിച്ച് കഴിക്കാറുണ്ട്. പല മൂങ്ങകൾ, രാത്രിഞ്ചരന്മാരായിട്ടുള്ള വലിയ മൂങ്ങകൾ ഇവരെ പിടിച്ച് കഴിക്കാറുണ്ട്. പുലികൾ ഇവരൊക്കെ പിടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇവരുടെ പ്രിഡേറ്റേഴ്സ്. കേരളത്തിൽ 2 സ്പീഷീസ് ഫ്ലൈയിങ് സ്ക്വിറൽ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ 2 സ്പീഷീസിനെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് ഇന്ത്യൻ ജയൻറ്റ് ഫ്ലൈയിങ് സ്ക്വിറൽ. അതിന് വേറെ 2 കോമൺ നെയിം കൂടെ ഉണ്ട്. ഒന്ന് ലാർജ് ബ്രൗൺ ഫ്ലൈയിങ് സ്ക്വിറൽ, വേറൊന്ന് കോമൺ ജയൻറ്റ് ഫ്ലൈയിങ് സ്ക്വിറൽ എന്ന്. ഇങ്ങനെ 3 കോമൺ നെയിംസ് ഉണ്ട് ഈ ജയൻറ്റ് ഫ്ലൈയിങ് സ്ക്വിറൽ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് പാറാൻ എന്ന് പറയും, അല്ലെങ്കിൽ വലിയ പാറാൻ എന്നാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള പേര്. ഇത് കേരളത്തിലെ ഉയരം കൂടിയ കാടുകളിൽ വളരെ സാധാരണമായിട്ട് നമുക്ക് കാണപ്പെടുന്നു. പ്രത്യേകിച്ച് ഏറ്റവും എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പറമ്പിക്കുളം ടൈഗർ റിസർവിലായിരിക്കും ഇതിനെ എളുപ്പത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതോടൊപ്പം തന്നെ അഗസ്ത്യമലയിലും മറ്റു തേക്കടിയിലും ഒക്കെയുള്ള വളരെ ഉയരം കൂടിയ സ്ഥലങ്ങളിലൊക്കെ സാധാരണമായിട്ട് നമുക്ക് ഈ ജയൻറ്റ് ഫ്ലൈയിങ് സ്ക്വിറലിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വലിയ പാറാൻ അല്ലെങ്കിൽ ജയൻറ്റ് ഫ്ലൈയിങ് സ്ക്വിറലിൻ്റെ കളർ എന്ന് പറയുന്നത് തവിട്ട് കലർന്ന ചാര നിറത്തിലാണ് ഇതിനെ കാണപ്പെടുന്നത്. വാലിനുമൊക്കെ നല്ല കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. ഈ ബെല്ലിൽ വയർ ഭാഗത്തൊക്കെ ബ്രൗൺ നിറത്തിലോ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത്. നിത്യഹരിതവനങ്ങൾ, അർദ്ധനിത്യഹരിതവനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, ഇങ്ങനെ പല ഹാബിറ്റാറ്റുകളിലൊക്കെ
ഈ ഇന്ത്യൻ ലാർജ് ഫ്ലൈയിങ് സ്ക്വിറലിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വലിയ പാറാനെ ഇന്ത്യയിലെ പല സ്ഥലത്തും ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഹിമാലയൻ ഫുട്ഹിൽസിന്റെ താഴോട്ട് പല സ്ഥലങ്ങളിൽ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിൽ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഗുജറാത്തിലുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കേരളത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ മറ്റു പല രാജ്യങ്ങൾ, ഏകദേശം 8-10 രാജ്യങ്ങളിലും ഈ വലിയ പാറാനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്പീഷീസ് ഫ്ലൈയിങ് സ്ക്വിറൽ കേരളത്തിൽ കാണുന്നത് ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറൽ എന്ന് പറയും. മലയാളത്തിൽ അതിന് ചെറിയ പാറ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത് സമുദ്രനിരപ്പ് മുതൽ ഏകദേശം 600 മീറ്റർ ഉയരമുള്ള മലനിര വരെയാണ് ഇതിനെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് പാലായിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഭരണങ്ങാനത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, തൊടുപുഴയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയിൽ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ശെന്തുരുണി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിനെ ഇതുവരെയായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഒത്തിരി പേര് ഇതിനെ മിസ് ഐഡന്റിഫൈ ചെയ്തിരുന്ന ഒരു സ്പീഷീസാണ്. പ്രത്യേകിച്ച് ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ജയന്റ് ഫ്ലൈയിങ് സ്ക്വിറലിന്റെ ഫോട്ടോ വെച്ചിട്ട് അത് ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറലാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ദേഹത്തൊക്കെ ചാരനിറം കൂടിയ തവിട്ട് നിറമാണ്, ഇതിൻ്റെ ദേഹത്തൊക്കെ ചുവപ്പ് നിറം അല്പം കൂടുതലാണ്, അതിൻ്റെ ബെല്ലിയിലൊക്കെ വയർ ഭാഗത്തൊക്കെ ഇച്ചിരി മഞ്ഞ നിറം പ്രോമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ മഞ്ഞ നിറം കൂടുതലായിട്ട് വയറിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുവപ്പും മഞ്ഞയും കൂടെ കൂടിയ നിറം ഉണ്ടെങ്കിൽ, വലുപ്പത്തിൽ ചെറുതുമാണെങ്കിൽ അത് ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറലായിരിക്കും. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ സ്ക്വിറലിനേക്കാൾ ഏകദേശം ഒരു 2 സൈസ് വലുപ്പം, ഏകദേശം 55 മുതൽ 65 സെന്റിമീറ്റർ വരെ മാത്രമാണ് ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറൽ വലുപ്പം വെക്കുന്നത്. ഇതിന് കാര്യം പറയുമ്പോഴത്തേക്കിന് ഈ ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറലിനെ ഏകദേശം ഒരു 100 വർഷത്തേക്കിന് ആരും കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ഇതിനെ റീഡിസ്കവർ ചെയ്ത് പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വെണ്ണിക്കുളത്ത് വെച്ചിട്ടാണ് 1989 ഇതിനെ റീഡിസ്കവർ ചെയ്യുന്നത്. ഈ ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറലിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുന്ന സമയത്ത് കേരളത്തിലെ പല ഭാഗത്തും ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ശ്രീലങ്കയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്കാണ്, ഏകദേശം 2013 ശ്രീലങ്കയിൽ നിന്ന് ഇതിനെ റീഡിസ്കവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പേപ്പർ വായിച്ച് നോക്കിയപ്പോഴത്തേക്കിന്, അതിൻ്റെ ഫോട്ടോ കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നത് അത് ആക്ച്വലി ജയന്റ് ഫ്ലൈയിങ് സ്ക്വിറൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അത് ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ആൾക്കാർ ഒത്തിരി കൺഫ്യൂസ്ഡ് ആകുന്നതും മിസ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സ്പീഷീസാണ് ഈ ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറൽ. ഇതൊക്കെയാണെങ്കിലും ഈ ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറലിനെ കുറിച്ച് അധികം ആർക്കൊന്നും അറിയത്തില്ല. ഇത് എവിടെ കാണുന്നതിന് ഇതിന് കൃത്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഒന്നും അധികം ആർക്കും അറിയില്ല. കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു PhD സ്റ്റുഡൻസിനോ ആർക്കെങ്കിലും എടുത്ത് കൃത്യമായിട്ട് പഠനം നടത്താവുന്ന ഒരു സ്പീഷീസാണ് ഈ ട്രാവൻകൂർ ഫ്ലൈയിങ് സ്ക്വിറൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു മലയണ്ണാനുകളെക്കുറിച്ചും പറക്കുന്ന അണ്ണാനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. ഇത് കൂടാതെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ അണ്ണാനുകളൊക്കെ ഉണ്ട്, സ്ട്രൈപ്ഡ് സ്ക്വിറൽ, പാം സ്ക്വിറൽസ് എന്നൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് വിശദമായിട്ട് പിന്നീട് ചെയ്യാം. അപ്പം നിങ്ങൾ ആരെങ്കിലും പറക്കുന്ന അണ്ണാനുകളെയോ അല്ലെങ്കിൽ ജയന്റ് സ്ക്വിറലിനെയോ അല്ലെങ്കിൽ ഗ്രിസിൽ ജയന്റ് സ്ക്വിറലിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. അവിടെ ഒരു